സിദ്ധാർത്ഥിന്റെ ദുരൂഹമരണവുമായി ബന്ധപ്പെട്ട നിർണായക വെളിപ്പെടുത്തലുമായി ABVP. സിദ്ധാർത്ഥിനെ മർദ്ദിക്കുന്ന ശബ്ദരേഖ നീക്കം ചെയ്യിച്ചു. മർദ്ദിച്ച കാര്യങ്ങൾ കോളേജ് അധികൃതർക്ക് അറിയാമായിരുന്നുവെന്നും തെളിയിക്കുന്ന ദൃക്സാക്ഷിയുടെ വാട്സ്ആപ്പ് ചാറ്റും പുറത്തുവന്നു. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ദുരൂഹതകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് നിർണായക വെളിപ്പെടുത്തലുമായി ABVP രംഗത്തെത്തിയത്. സിദ്ധാർത്ഥനെ മുഖ്യപ്രതി സിൻജോ ജോൺസൺ അടക്കമുള്ളവർ ക്രൂരമായി മർദ്ദിക്കുന്നത് കണ്ട ദൃക്സാക്ഷിയുടെ വാട്സ്ആപ്പ് ചാറ്റുകളാണ് ABVP നേതാവ് ശ്രീഹരി പുറത്തുവിട്ടത്. From there they started their beating him and brought him to hostel. While beating him, then they took him to Amal Ishan's room. അമലിൻ്റെ റൂമിലേക്ക് ആദ്യം കൊണ്ടുപോകുന്നു. അവിടുന്ന് 1 മണിക്കൂറാണ് അദ്ദേഹത്തെ ബീറ്റ് ചെയ്തത്. അതിനുശേഷം he was beaten very brutally in the room for nearly 1 hour. After which those guys decided that just beating him is not enough and they need to make an example out of him. So they took him out of quadrangle in his underwear to put up an exhibition of some sort. സിദ്ധാർത്ഥിന് മർദ്ദനമേറ്റ വിവരം ഡീനിനും കായിക അധ്യാപകനും അറിയാമായിരുന്നതായി വാട്സ്ആപ്പ് ചാറ്റിലൂടെ വ്യക്തമാണ്. കേരളത്തിലെ ക്യാമ്പസുകളിൽ ഒരു ഇടതുപക്ഷ എക്കോസിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൽ ഡീനുമായി ബന്ധപ്പെട്ടിട്ട് ചോദിച്ച സമയത്ത് അവർ നൽകിയ മറുപടി I once came to our hostel that same night and told us not to panic. If anybody have to say anything, they can go to him and give their opinion. He told not to panic, everybody to go to regular classes. We should see our mental health and should not worry much about it. ഈ രീതിയിലാണ് ഡീൻ അവരോട് മറുപടി പറഞ്ഞിട്ടുള്ളത്. ഇതേ പ്രതികളായിട്ടുള്ള ആളുകൾ 22-ാം തീയതി വരെ ഇവിടെ ക്ലാസ്സുകളിൽ പങ്കെടുത്തിട്ടുണ്ട്, അറ്റൻഡൻസ് വാങ്ങിയിട്ടുണ്ട്. അതേസമയം സിദ്ധാർത്ഥന്റെ ദുരൂഹമരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവരുമെന്ന പ്രതീക്ഷയിലാണ് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളും പൊതുസമൂഹവും. ജനം, വയനാട്.